ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്, ചില്ലി ചിക്കനാണ്. ഈ ചില്ലി ചിക്കൻ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുമേ. ഒരു 10 മിനിറ്റ് പോലും വേണ്ട നമുക്ക് ചെയ്തെടുക്കാൻ. എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ഏകദേശം 600 ഗ്രാമുള്ള ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഈ ചിക്കൻ നമുക്ക് ക്യൂബ്സ് ആക്കി കട്ട് ചെയ്ത് നല്ല വൃത്തിയാക്കി എടുക്കാം. ഇനി നമുക്ക് ഒരു മുട്ട വേണം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ വേണം, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, സോയാ സോസ് 2 ടേബിൾ സ്പൂൺ, 1 ടേബിൾ സ്പൂൺ വിനീഗർ, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ മിക്സിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്കായിട്ട് വെളുത്തുള്ളി വേണം. ഞാനിവിടെ ഒരു 10 അല്ലി വെളുത്തുള്ളി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ 4 പച്ചമുളക് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീഡിയം സൈസുള്ള 2 സവാള സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ക്യാപ്സിക്കം വേണം. ഞാനിവിടെ ക്യാപ്സിക്കം 2 ടൈപ്പ് എടുത്തിട്ടുണ്ട്, റെഡും ഗ്രീനും എടുത്തിട്ടുണ്ട്. സ്ക്വയർ ഷേപ്പിൽ അതും കട്ട് ചെയ്തെടുക്കണം. ഇനി കുറച്ച് സ്പ്രിംഗ് ഒണിയൻ കൂടി കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കൻ ഫ്രൈ ചെയ്യാൻ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യരുത് കേട്ടോ. കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഡിഫറൻസസ് വരും കേട്ടോ. ചിക്കനൊക്കെ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് വരുമ്പോഴേക്ക് നമുക്ക് എടുത്ത് മാറ്റാം. ഇനി നമുക്ക് ഈ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുവേണ്ടി നമുക്ക് ഈ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിൽ തന്നെ യൂസ് ചെയ്യാം. അതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ ഞാനിവിടെ എടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഗാർലിക് ആഡ് ചെയ്ത് കൊടുക്കാം, ഗ്രീൻ ചില്ലി ആഡ് ചെയ്ത് കൊടുക്കാം, കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സമയം നമുക്ക് ഫ്ലെയിം കൂട്ടിയിട്ട് കൊടുക്കണം. കൂട്ടിയിട്ട് ഇനിയുള്ള പ്രോസസ്സൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കണം കേട്ടോ. ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്ന ശേഷം നമുക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഒണിയൻ ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ചില്ലി സോസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഗ്രേവിയുള്ള ചില്ലി ചിക്കനാണ് ആവശ്യമെങ്കിൽ നിങ്ങൾ ഈ സമയത്ത് കുറച്ച് തിളപ്പിച്ച വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാനിവിടെ ഡ്രൈ ചില്ലി ചിക്കനാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്, ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ട താമസം മാത്രമേ വരുന്നുള്ളൂ, ബാക്കിയൊക്കെ ഈസിയാണ്. ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ബെസ്റ്റ് കോമ്പിനേഷനാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.